ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ അത്രയും സ്നേഹമുള്ളവരെ, തിരുസഭ സീറോ മലബാർ സഭയുടെ ആരാധനാ ക്രമവത്സരത്തിലെ ഏലിയ സ്ലീവ മൂശ കാലത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. തിരുസഭ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുക വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. ഈ അധ്യായത്തിൽ നമ്മൾ കാണുക മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരുടെ ഉപമയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളാണ് ആഘോഷത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. ഒക്ടോബർ 1-ാം തീയതി തിരുസഭ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാൾ ആഘോഷിച്ചു. 2-ാം തീയതി ഭാരതീയരായ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ആഘോഷിച്ചു. ഒക്ടോബർ 4-ാം തീയതി ഞങ്ങളുടെ സഭാസ്ഥാപകനും 2-ാം ക്രിസ്തു എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ആഘോഷിക്കുകയുണ്ടായി. ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞു വരുന്ന ഈ ഞായറാഴ്ച സുവിശേഷം നമുക്ക് നൽകുന്ന സന്ദേശം ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ, ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടിലൂടെ ലോകത്തെ നോക്കിക്കാണുക എന്നതാണ്. പ്രിയമുള്ളവരെ, വ്യക്തിപരമായി പറഞ്ഞാൽ ഈ സുവിശേഷ ഭാഗം എന്നെ ഒത്തിരിയേറെ സ്വാധീനിക്കുന്ന ഒന്നാണ്. തൻ്റെ ജോലിക്കാരെ കുറിച്ച് പരിഗണനയുള്ള ഒരു ക്രിസ്തുവിൻ്റെ ചിത്രമാണ് സുവിശേഷത്തിൽ നാം കാണുക. ഒരു സാധാരണക്കാരൻ്റെ ചിലവറിയുന്ന, അവൻ ഏത് മണിക്കൂറിൽ വന്നവനായാലും അവന് അർഹമായ പരിഗണന കൊടുക്കുന്ന ഈശോയെയാണ് നമ്മൾ ഈ സുവിശേഷത്തിൽ കണ്ടെത്തുക. ലോകത്തിൻ്റെ നിലപാടുകൾക്കും കാഴ്ചപ്പാടുകൾക്കും അപ്പുറം സാമൂഹിക നീതിയും കരുണയുമുള്ള ഹൃദയവുമായി നിൽക്കുന്ന ക്രിസ്തുവിനെയാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുക. പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെ നിലപാടുകൾക്കും കാഴ്ചപ്പാടുകൾക്കും എന്തിനേറെ സാമൂഹിക നീതിക്കും അപ്പുറം കരുണയുള്ള ഹൃദയവുമായി നിൽക്കുന്ന ഈശോയുടെ ചിത്രമാണ് ഇന്നത്തെ സുവിശേഷം വരച്ചു കാട്ടുക. ഈശോയുടെ കരുണയുടെ കാഴ്ചപ്പാടിലൂടെ ലോകത്തെയും ജീവിതത്തെയും നോക്കി കാണുവാനും അതുവഴി സാമൂഹിക നീതിയും സ്വാതന്ത്ര്യവും വളർച്ചയും സാധ്യമാക്കുവാനുമാണ് ഈശോ നമ്മെ ക്ഷണിക്കുന്നത്. ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്കും കണക്കുകൂട്ടലുകൾക്കും ക്രിസ്തുവിൻ്റെ കണക്കുകൂട്ടലുകളെയും കാഴ്ചപ്പാടുകളെയും മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. കാരണം അത് കരുണയുടെ കാഴ്ചപ്പാടാണ്. 1-ാം മണിക്കൂറിൽ വന്നവൻ്റെയും 11-ാം മണിക്കൂറിൽ വന്നവൻ്റെയും ജീവിതത്തിൻ്റെ താളമറിയുന്ന, ഹൃദയസ്പന്ദനമറിയുന്ന, അല്ലെങ്കിൽ ഹൃദയമിടിപ്പ് മനസ്സിലാക്കുന്ന കാഴ്ചപ്പാടാണ്. വേലയുടെ സമയമല്ല, മറിച്ച് ജീവിതത്തിൻ്റെ ആവശ്യമാണ് ക്രിസ്തുവിൻ്റെ പരിഗണന. അത് അനീതിയല്ല, മറിച്ച് കരകവിഞ്ഞൊഴുകുന്ന കരുണയാണ്, സ്നേഹമാണ്. സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, 11-ാം മണിക്കൂറിൽ വേലയ്ക്ക് വന്നവർക്ക് വേണ്ടിയല്ലേ ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നതെന്ന്. സുവിശേഷങ്ങൾ തുറന്നു നോക്കുമ്പോഴും നമ്മൾ ഇത് തന്നെയാണ് കാണുക. ക്രിസ്തു സുഖപ്പെടുത്തിയത് ജീവിതത്തിൻ്റെ 11-ാം മണിക്കൂറിൽ ജീവിച്ചവരെയല്ലേ. 38 വർഷമായി കുളക്കടവിൽ കിടന്നവനെയും, കുരുടനെയും, കുഷ്ഠരോഗിയെയും, പിശാചുബാധിതനെയും ഈശോ സുഖപ്പെടുത്തിയില്ലേ? അവൻ വഴി നന്മയിലേക്ക് വന്നതും ജീവിതത്തിന്റെ 11-ാം മണിക്കൂറിൽ കഴിഞ്ഞവരല്ലേ. മഗ്ദലന മറിയവും വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയും സക്കേവൂസും മുടിയനായ പുത്രനുമൊക്കെ ജീവിതത്തിന്റെ 11-ാം മണിക്കൂറിൽ ജീവിച്ചവരാണ്. പ്രിയമുള്ളവരെ, അവൻ രക്ഷ നൽകിയതും ജീവിതത്തിന്റെ 11-ാം മണിക്കൂറിൽ ആയിരുന്നവരല്ലേ. നല്ല കള്ളൻ, അവനോട് കൂടെ തൂക്കപ്പെട്ട നല്ല കള്ളൻ ജീവിതത്തിന്റെ 11-ാം മണിക്കൂറിൽ രക്ഷ നൽകിയവരാണ്. ഇതൊന്നും അനീതി അല്ല പ്രിയമുള്ളവരെ, മറിച്ച് കരുണയാണ്, കരുണയുടെ കാഴ്ചപ്പാടിൻ്റെ ആഘോഷമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ നാം ഒന്ന് അവലോകനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിൻ്റെ 11-ാം മണിക്കൂറിൽ ജീവിക്കുന്നവരാണ്, അല്ലെങ്കിൽ 11-ാം മണിക്കൂറുകാരാണ്. ജീവിതത്തിൻ്റെ ആവശ്യ സന്ദർഭങ്ങളിൽ മാത്രം പ്രാർത്ഥിക്കുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ. പരീക്ഷയാവുമ്പോൾ, കടബാധ്യത പെരുകുമ്പോൾ, കുടുംബ സമാധാനം തകരുമ്പോൾ, രോഗങ്ങൾ നമ്മളെ അലട്ടുമ്പോഴൊക്കെ ഈശോയെ അന്വേഷിച്ച് പോകുന്നവരാണ് നമ്മൾ. ജീവിതത്തിൻ്റെ 11-ാം മണിക്കൂറിൽ ഈശോയെ അന്വേഷിക്കുന്നവരാണ് നമ്മളൊക്കെ. അപ്പോഴെല്ലാം കരുണയുടെ ഹൃദയവും കരങ്ങളും നീട്ടി നമ്മുടെ ദൈവം നമ്മോട് കൂടെ ഉണ്ടാകാറുണ്ട്. അവിടുത്തെ കരുണ ഇതാണ്, നമ്മുടെ ജീവിതത്തിന് ആവശ്യമായവ ദൈവം നമുക്ക് തരും. നാം ചെയ്യേണ്ടത് ഇത്രമാത്രം,
വിശ്വസ്തയോടെ ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടമാകുന്ന ഈ ലോകത്തിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി അവിടുത്തെ കരുണയിൽ ആശ്രയിച്ച് ജീവിക്കുക. സ്നേഹമുള്ളവരെ, ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടിലൂടെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ നോക്കിക്കാണുവാൻ നമുക്ക് പഠിക്കാം. ഈശോയുടെ കരുണയ്ക്ക് അർഹരാകുവാനും അവിടുത്തെ കരുണയുടെ കാഴ്ചപ്പാട് സ്വന്തമാക്കുവാനും ആകട്ടെ നമ്മുടെ ക്രൈസ്തവ ജീവിതം. നല്ലവനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.